ആലപ്പുഴയിലെ രാമപുരത്ത് ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറി തടഞ്ഞു നിർത്തി പണം തട്ടിയെടുത്ത കവർച്ചാ സംഘത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള BJP നേതാവ് ഉണ്ടെന്ന് സൂചന. കേസിലെ മുഖ്യപ്രതിയായ ഡോക്ടർ ദുരൈ അരസുവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ലോറി തടഞ്ഞ കവർച്ച നടന്ന CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. SKN ആലപ്പുഴ ദേശീയപാതയിൽ, അതായത് ഹരിപ്പാടിനും കരിയിലക്കുടങ്ങിനുമെതിരെയുള്ള ദേശീയപാതയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ 8 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഒരു തരത്തിലുള്ള അവശേഷിപ്പുകളും ഉണ്ടാക്കാതെ, അതായത് ആലപ്പുഴയിൽ ഒരു കണ്ടെയ്നർ ലോറി ഇവർ തടഞ്ഞു നിർത്തുന്നു, 2 കാറുകൾ കുറുകെയിടുന്നു, ഇവരെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഏതാണ്ട് 3.5 കോടിയിലധികം രൂപ കവർച്ച ചെയ്തതിന് ശേഷം ഒരു തെളിവും ഇവിടെ അവശേഷിപ്പിക്കാതെയാണ് ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നു കളയുകയായിരുന്നു. പിന്നാലെ ആലപ്പുഴ SP നേതൃത്വത്തിലുള്ള സംഘം, അത് കണ്ണൂർ സ്ക്വാഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആലപ്പി സ്ക്വാഡ് എന്ന രീതിയിൽ ഒരു സംഘം തന്നെ രൂപീകരിച്ച് സമഗ്രമായ അന്വേഷണത്തിലേക്കായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 8 പേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 5 പേരെയാണ് ഇപ്പോൾ പിടിയിലാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നാണ് ഇവരെ 5 പേരെയും ആലപ്പുഴ പോലീസ് പിടിയിലാക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത് ഈ കേസിൽ BJP നേതാവ്, തമിഴ്നാട്ടിലെ BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള DR ദുരൈ അരസു, ഒപ്പം തന്നെ BJPയുടെ ഒരു പ്രാദേശിക നേതാവ് OBC മോർച്ചയുടെ പ്രവർത്തകനായിട്ടുള്ള S ശ്രീറാമും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ 2 പേരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ BJPയുടെ സംസ്ഥാന ഘടകം ഇവർ 2 പേരെയും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് എല്ലാ ചുമതലകളിൽ നിന്നും പുറത്താക്കിയുള്ള പത്രികയും പുറത്തു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സിനിമ സ്റ്റൈലിലുള്ള ഒരു കവർച്ച തന്നെയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് വ്യക്തമാകും. ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സാഹസികമായിട്ടുള്ള ഒരു കവർച്ചയായിരുന്നു. 3.5 കോടിയിലധികം രൂപ കവർച്ച ചെയ്തിട്ടുണ്ട്. അന്തർ സംസ്ഥാന കവർച്ചാ സംഘങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ദൃശ്യത്തിനകത്തുള്ള 8 പേരെ ഇപ്പോൾ പിടിയിലാക്കുവാനായിട്ടുള്ള പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ വലിയ രീതിയിലുള്ള ദൗത്യം. അതിനകത്ത് 5 പേർ പിടിയിലായിട്ടുണ്ട്. 3 പേർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ BJPയുടെ സംസ്ഥാന നേതാവിനും ഇപ്പോൾ പോലീസിനെ പിടിയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലേക്കുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും അന്തർ സംസ്ഥാന കവർച്ചാ സംഘങ്ങളെ തേടിയിട്ടുള്ള അന്വേഷണത്തിൽ ആലപ്പുഴയിലുള്ള 5 പേരെയും പിടിയിലാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആലപ്പുഴ പോലീസ് ശ്രമിച്ചുള്ള ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണ്.